അരുഞ്ഞേട്ടാ, അരുഞ്ഞേട്ടാ, എണീക്കേ. എന്തിനാണ് എന്നെ ഇത്ര രാവിലെ വിളിക്കുന്നത്? ഞാനല്ല, അതെ നിങ്ങളുടെ കൂട്ടുകാർ വന്ന് ഇപ്പോൾ ഉണ്ട്. നിക്ക് നിക്ക്, എല്ലാ പ്രാവശ്യത്തെയും പോലെ ലീവ് ഫുൾ അവന്മാരുടെ കൂടെ കറങ്ങാനാണെങ്കിൽ പറ്റൂല അരുഞ്ഞേട്ടാ. ഞങ്ങൾക്കും കൂടെ കുറച്ച് സമയം തരണം. അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പൊ അവരൊന്ന് കാണട്ടെ. അരുഞ്ഞേട്ടന് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ അമ്മയ്ക്ക് വയ്യാതെ കിടന്നപ്പോൾ ആരാ ഉണ്ടായിരുന്നത്? ഇവന്മാരും ഇല്ലായിരുന്നു. ഞാൻ എല്ലാത്തിനും ഒറ്റയ്ക്കാണ് ഓടിയത്. അവന്മാരതെന്തെങ്കിലും തിരക്കിപ്പെട്ടു പോയതായിരിക്കും. നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എപ്പോ എത്തി? ഞാൻ ജസ്റ്റ് വെളുപ്പിന് എത്തി ഒന്ന് കിടന്നതേടാ. നീ ആളൊക്കെ ചുള്ളനായല്ലോ. ഇത്തവണ എന്തായാലും നമുക്ക് പൊളിക്കണം. ഇത്തവണ നമുക്ക് തകർക്കാം. കുറച്ച് ദിവസമേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. പിന്നെ അല്ല, പിന്നെ പറയടാ, എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ പിന്നെ പറയാം. കുപ്പിയിടാ, അതിന് ക്യാൻറ്റീനിൽ പോയി വാങ്ങിക്കണോടാ, വാങ്ങിക്കാം. എടാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞപ്പോഴാ, എടാ എനിക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. നീ ഉള്ളപ്പോഴല്ലേ പറ്റുള്ളൂ. സമയമുണ്ടല്ലോ, നമുക്ക് പോയി വാങ്ങിക്കാം. അല്ല, എനിക്ക് ഇന്ന് തന്നെ വേണം, കുറച്ച് അർജന്റാ. ഇന്നോ? ഞാനിന്ന് വന്നല്ലോ ഉള്ളൂ. വാടാ ചുമ്മാ. എടാ പിന്നെ മാത്രമല്ല, വണ്ടി എത്ര കണ്ടീഷനിൽ എടുക്കാത്തോണ്ടേ. എടാ എന്തിനാടാ നിന്റെ വണ്ടി എടുക്കുന്നത്? അന്നല്ല എന്റെ വണ്ടി. എടാ നീ വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു. എനിക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. അളിയാ നിനക്ക് എല്ലാ മാസവും വന്നുകൂടെ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ കൂടാനും ഇടയ്ക്ക്. കറക്റ്റ്. അങ്ങനെയൊന്നും പറ്റൂലടാ, എൻ്റെ ജോലിയുടെ നേച്ചർ നിങ്ങൾക്ക് അറിയില്ലേ. ഞാൻ എപ്പോഴൊന്നും ലീവ് കിട്ടില്ല. നിന്നെ ഓർത്തത് ഞങ്ങൾ ഭയങ്കര പ്രൗഡാടാ, പ്രൗഡ്. എടാ ഈ അതിർത്തിയിൽ യുദ്ധമൊക്കെ നടക്കുന്നില്ലേ, നമ്മൾ എന്തോരാ നിന്നെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണമെന്ന് അറിയും. നിങ്ങൾ എൻജോയ് ചെയ്യ്, ഞാൻ ഇറങ്ങട്ടെ. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടില്. പൊക്കോ പൊക്കോ, എൻജോയ് എൻജോയ്. നീ ഉടനെ തിരിച്ചു പോവില്ലേ? നീയൊക്കെ ബോർഡറിൽ വേണം, എന്നാലേ ഞങ്ങൾക്ക് വിട്ടിരുന്ന 2 സേഫായിട്ട് അടിക്കാൻ പറ്റും. ഞാൻ പോടാ, എനിക്ക് ലീവ് അധികം ഇല്ല. വെരി ഗുഡ്. എന്താടാ ഈ നേരത്തെ വിളിക്കണേ? എടാ രാവിലെയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പൊ ഞാൻ പോകാൻ വേണ്ടി നോക്കുമ്പോഴേ കാറിന് എന്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. നീ എന്നെ ഒന്ന് എയർപോർട്ടിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? എന്താ ഈ വെളുപ്പിന് എങ്ങനെയാ? നീ ഒന്ന് പോയേ, നീ അവനെങ്ങാനും വിളിക്കും. അളിയ അതെ, എൻ്റെ കാർ അങ്ങനെ എയർപോർട്ട് വരെ പോകാൻ പറ്റിയ കണ്ടീഷൻ അല്ല ഇപ്പോൾ. നീ ഒരു കാര്യം ചെയ്യും, ടാക്സി വിളിച്ചു പോ. പിന്നെ ഒരു കാര്യം, കുപ്പി വല്ലതും ഉണ്ടെന്ന് ബാക്കി വെച്ചിട്ട് പോണേ. 1-ാം തീയതി നീയൊക്കെ ഉള്ളു നമുക്ക് ശരണം. അത് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. ഇപ്പൊ നമുക്ക് നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഇവന്മാരാരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അരുഞ്ഞേട്ടൻ മാത്രം എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ഓടിക്കോ? തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ആർമി യൂണിഫോം ഇടില്ലായിരുന്നു. ദാറ്റ്സ് വാട്ട് എ സോൾജർ ഡസ്. വി സെർവ് ബട്ട് വി ഡോണ്ട് എക്സ്പെക്ട്. മനമേ இந்த நினைவுகள் கனவே தாய் மண்ணே செல்கின்றோம் தூரம்